മുട്ടുവേദന ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ശരീരഭാരം കൂടിയ ആൾക്കാരുള്ള ഒരു സാഹചര്യമാണ്. മുട്ടുവേദനയ്ക്കൊരു പ്രധാന കാരണം ശരീരഭാരം കൂടുക എന്നുള്ളതാണ്. കാരണം ശരീരത്തിൻ്റെ ഭാരം ഒരു നല്ലൊരു ശതമാനവും താങ്ങി നിൽക്കുന്നത് കാൽമുട്ടുകളിലാണ്. കാൽമുട്ടുകളിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ആവശ്യമായ ലിഗമെൻസും മസിൽസും ഒക്കെ ഉണ്ട്. ഈ മസിൽസും പേശികളൊക്കെ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഭാരം താങ്ങി നിൽക്കുന്നതിന് അനുസരിച്ച് അത് എക്വിപ്ഡ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് സ്ട്രെങ്ത് നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോഡ് അസ്ഥികളിലേക്ക് അല്ലെങ്കിൽ സന്ധികളിലേക്ക് വരികയും തേയ്മാനം വരികയും അതിനകത്തുള്ള ലിഗമെൻസ് മെനിസ്കസ് പോലെയുള്ള ലിഗമെൻസ് അല്ലെങ്കിൽ ACL പോലെയുള്ള ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻസിൻ്റെ ഒക്കെ ജലാംശം നഷ്ടപ്പെടുകയും അത് റപ്ചർ ആവാനും അല്ലെങ്കിൽ അതിൻ്റെ ഈ കുഷനിങ് എഫക്റ്റ് പോകാനും ജോയിൻറ്റ് സ്പേസ് കുറയാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ടിൽ ഉണ്ടാകുന്ന പരിക്കുകൾ വളരെ സൂക്ഷ്മതയോടെ പരിഹരിക്കേണ്ടതുണ്ട്. കാരണം മുട്ടിൽ എന്തെങ്കിലും ചെറിയ ലിഗമെൻസിനോ അല്ലെങ്കിൽ മസിൽസിൻ്റെ ബലക്കുറവോ ഒക്കെ വരികയാണെങ്കിൽ അത് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാതെ വരികയും ഈ ശരീരഭാരം മൊത്തവും നമ്മുടെ മുട്ടിലേക്ക് വരികയും ചെയ്യും. തന്മൂലം തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഒന്ന് കാല് തെന്നി വീണിട്ട് അതിനോടനുബന്ധിച്ച് നമുക്ക് മുട്ടിന് വേദന വരാറുണ്ട്. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതങ്ങ് പോകാറുണ്ട്. പക്ഷേ നമ്മളത് പൂർണ്ണമായും ചലനക്ഷമമാണോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. തറയിൽ കുത്തിയിരിക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ പടി കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാറേ ഇല്ല. പ്രത്യേകിച്ച് തറയിൽ കുത്തിയിരിക്കുക അല്ലെങ്കിൽ കാല് പൂർണ്ണമായും മടങ്ങുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് പേശികൾക്കുള്ള ക്ഷതം കൊണ്ടാവാം, ലിഗമെൻസിനുള്ള ഇതുണ്ടാവാം. ഇതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പൂർണ്ണമായും ചലനക്ഷമം ആക്കിയെങ്കിൽ മാത്രമേ അനുബന്ധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് വരാതിരിക്കുകയുള്ളൂ. ഇത് ശരിക്കും ഫിസിയോതെറാപ്പിയിലെ ലഘുവായ വ്യായാമങ്ങൾ കൊണ്ടും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കാൽമുട്ടിലും ഇടുപ്പിലും ഒക്കെ വരുന്ന വേദനകൾക്ക് ഒരു പ്രധാന കാരണം നമ്മുടെ പാദമാണ്. പാദത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നമുക്കിത് വരാം. നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കാലിലെ ഫ്ലാറ്റ് ഫുട്ട് വരികയാണെങ്കിൽ ആംഗിൾ ഡീവിയേഷൻ വരികയും തന്മൂലം അതിൻ്റെ വെയിറ്റ് ബെയറിംഗ് ലോഡിങ്ങിൻ്റെ മെക്കാനിസം വ്യത്യാസം വന്നിട്ട് മുട്ടിന് സ്ട്രെയിൻ വരികയും ഈ ഹൈ ഹീൽസ് പോലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹിപ്പിൻ്റെ അലൈൻമെൻറ്റിന് വ്യത്യാസം വരികയും ഹിപ്പ് ജോയിൻറ്റിന് തേയ്മാനം വരികയും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യയിൽ കൂടുതലായി കണ്ടുവരുന്ന മുട്ടിൻ്റെ തേയ്മാനമാണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് കൂടുതലായി കണ്ടുവരുന്നത്. അതേസമയം വെസ്റ്റേൺ കൺട്രീസിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹിപ്പിനുണ്ടാകുന്ന തേയ്മാനമാണ്. കാരണം ഹൈ ഹീൽസിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് ഹിപ്പിൻ്റെ പെൽവിസിൻ്റെ ടിൽറ്റിന് വ്യത്യാസം വരികയും തന്മൂലം ഇടുപ്പെല്ലിന് സന്ധികൾക്ക് സ്ട്രെയിൻ വരികയും തേയ്മാനം വരികയും ചെയ്യുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട്. ഇത്തരം ഇത് ഒഴിവാക്കുകയും ഈ വേദന വരുമ്പോൾ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ഫലപ്രദമായി തടയാൻ കഴിയുന്നതാണ്. IT മേഖലയിൽ നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നത് ഒരു ലിറ്ററലി പറയുകയാണെങ്കിൽ ഈ വയസ്സായ ചെറുപ്പക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല, സന്ധികളുടെ ചലനക്ഷമതയില്ല, ശരീരം മൊത്തം വേദന, കായികക്ഷമത ഒട്ടും ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് വരികയാണ് IT ഫീൽഡ്. കാരണം അവരുടെ ജോലിയുടെ രീതി അതായത് കൊണ്ടാണ്. കാരണം സെഡൻഡറി ജോബ്, കായിക അധ്വാനം അധികം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ബൗദ്ധികമായ പ്രവർത്തനങ്ങൾ കൂടുതലുള്ള ഒരവസ്ഥയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ IT ഫീൽഡിലുള്ള ആൾക്കാർ ഒരു 8-10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അവർ ഒരു പ്രത്യേക പ്രോജക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഇതിലേക്കോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശാരീരിക നില എങ്ങനെയാണെന്ന് അവർ പോലും അറിയുന്നില്ല. നമ്മളെങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നട്ടലിൻ്റെ വളവുകൾ എങ്ങനെ, സ്വാഭാവിക വളവുകൾ ഇതിലോ, കഴുത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, കാലിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ലോഡ് എങ്ങനെയാണ് വരുന്നത്, ഇതൊന്നും നമ്മൾ ഇരിക്കുന്ന കസേര നമ്മുടെ സ്വാഭാവിക വളവുകളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നൊന്നും നമ്മൾ അവർ ചിന്തിക്കാറ് പോലും. അതിനുള്ള ട്രെയിനിങ്ങുകൾ, എർഗണോമിക് ട്രെയിനിങ്ങുകൾ സാധാരണയായി IT കമ്പനികൾ കൊടുക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ സർവ്വസാധാരണമായി അതേപ്പറ്റി അവർ ശ്രദ്ധിക്കാറില്ല. ട്രെയിനിങ്ങുകൾ നടക്കാറുണ്ടെങ്കിൽ പോലും അവർ ശ്രദ്ധിക്കാറില്ല. കാരണം പ്രായം യങ് ഏജ് ആയതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും അവരെ തുടക്കത്തിൽ ബാധിക്കില്ല. അപ്പം നമുക്ക് കഴുത്ത് തന്നെ പറഞ്ഞു തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IT ഫീൽഡിലുള്ള ആൾ ഒരു 90% ആൾക്കാരും ഇരിക്കുന്നത് താടി ഉയർത്തിയ അവസ്ഥയിൽ ആണ്. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് കണ്ടുവരാറുള്ളത്. നമുക്ക് വേണ്ടത് ഈ ചിൻ
പാരലൽ ടു ദ ഗ്രൗണ്ട് എന്നുള്ളതാണ് കൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. അത് 90% ആൾക്കാർ ശ്രദ്ധിച്ച് നോക്കിയാൽ അങ്ങനെയല്ല ഇരിക്കുന്നത്. കഴുത്ത് ഉയർന്ന അവസ്ഥയിലാണ് ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നത്. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുനിഞ്ഞ അവസ്ഥയിലാണ്. ഇത് രണ്ടും നമ്മുടെ കഴുത്തിൻ്റെ സ്വാഭാവിക വളവുകൾക്ക് വ്യതിയാനം വരികയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷതം വരുമ്പോൾ ബോഡിയുടെ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മസിൽ സ്പാസം ഉണ്ടാകും. മസിൽസിനൊരു പിടുത്തം വരികയും വേദന വരികയും ചെയ്യുന്നു. ഈ പിടുത്തം വരുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. കാരണം നമ്മൾ ആ മോശമായ അവസ്ഥയിൽ കൂടുതൽ ചലനം ചലിപ്പിച്ച് അതിന് ഫർദർ ഇഞ്ചുറി വരുത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പിടുത്തം വരുന്നത്. അപ്പോൾ ഈ സ്പാസം വരുന്ന അവസ്ഥ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കഴുത്തിൻ്റെ സ്വാഭാവിക വളവ് നിലനിർത്തുന്ന രീതിയിൽ ഇരിക്കണം. എന്ന് വെച്ചാൽ ഒരു ഒറ്റ വാക്കിൽ നമുക്ക് അഡ്വൈസ് പറയാൻ കഴിയുകയാണെങ്കിൽ ചിൻ പാരലൽ ടു ദ ഗ്രൗണ്ട് എന്നുള്ളതാണ്. സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ഈ തോള് പിന്നെ മുന്നോട്ട് വളഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ റൗണ്ടഡ്, ഇതാണ് ഒരു IT പ്രൊഫഷണൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പോസ്റ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടുന്ന കറക്ഷൻ ഇത് ചിൻ താക്കുകയും ഇത് റിലീസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ശ്രദ്ധിക്കുക, ചിൻ പാരലൽ ടു ദ ഗ്രൗണ്ട് എന്ന കൺസെപ്റ്റിലേക്ക് പോവുക. ഇത് ഒന്നുകൂടെ നിസ്സാരവൽക്കരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഫോട്ടോഗ്രാഫർ നൽകുന്ന നിർദ്ദേശം, ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ പോസ്റ്ററിനെ പറ്റി ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു കമൻറ്റ് പറയാൻ കഴിയുന്ന ആൾ. ഫോട്ടോഗ്രാഫർ എന്താണ് സാധാരണമായി നമ്മൾ പറയുന്നത്, നിവർന്നിരിക്കാൻ പറയും, അല്ലെങ്കിൽ സാധാരണമായി പറയുന്നത് താടി താത്തു വെക്കൂ, ചിൻ കുറച്ചുകൂടെ താത്തു വെക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റർ മോശമാണെന്ന് മനസ്സിലാക്കുകയും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാൽ നമുക്കത് ആ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇനി കഴുത്തിൻ്റെ കഴിഞ്ഞിട്ട് നമ്മുടെ നട്ടലിലേക്ക് പോവുകയാണെങ്കിൽ, നട്ടൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പോസ്റ്ററൽ മസിൽസ് ഒന്നും ഫയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ കസേരയിൽ ചാരി ഇരിക്കുന്നുണ്ട്, പോസ്റ്ററൽ മസിൽസ് ഒന്നും അങ്ങനെ ഒരു വർക്ക് ചെയ്യേണ്ട അവസ്ഥയില്ലാത്ത വരുന്നുണ്ട്. അത് പ്രോഗ്രസീവായി വീക്ക്നെസ് ബലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ കോർ മസിൽസ്, വയറിൻ്റെ മസിൽസ്, പുറകിൽ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ്, ഈ പേശികളൊക്കെ നമ്മൾ വർക്ക് ചെയ്യിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയാൽ മാത്രമേ അതിൻ്റെ ടോൺ നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ പോസ്റ്ററൽ മസിൽസ് വീക്ക്നെസ് വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാഭാവിക വളവിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരികയും ചെയ്യുമ്പോൾ ഡിസ്കിലേക്കുള്ള മർദ്ദം കൂടുകയും ഡിസ്ക് ബൾജ് വന്നതുകൊണ്ട് നമ്മുടെ കാലിലേക്കും കൈയിലേക്കും ഒക്കെ വരുന്ന ഞരമ്പുകൾക്ക് ഞെങ്ങൽ വരികയും തന്മൂലം കൈകളിലേക്കും കാലുകളിലേക്കും പെരുപ്പ് വരുന്ന അവസ്ഥ വരാം, വേദന വരുന്ന അവസ്ഥ വരാം, കുനിയാൻ പറ്റാത്ത അവസ്ഥ വരാം. ഇതൊക്കെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ശരിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പോസ്റ്ററിൽ ഉണ്ടാകുന്ന വ്യതിയാനം മനസ്സിലാക്കുകയും അതുകൊണ്ട് വന്നിരിക്കുന്ന അഡാപ്റ്റേഷൻ, നമ്മുടെ കോർ മസിൽസ് വീക്ക്നെസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നെർവ് മൊബിലിറ്റി, നമ്മൾ കാല് പൊക്കാൻ കഴിയാത്ത, കാല് പൊക്കുമ്പോൾ കാലിൻ്റെ പുറകിൽ വേദന വരുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി സ്ട്രെങ്തനിങ്ങിന്, നെർവ് മൊബിലൈസേഷൻ, പെൽവിക് ടിൽറ്റ്, അങ്ങനെ സ്ട്രെങ്തനിങ് എക്സസൈസ്, പോസ്റ്ററൽ അവെയർനെസ്, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്കിത് മാറ്റാൻ കഴിയുന്നതാണ്. നമുക്കറിയാം IT മേഖലയിലുള്ള ആൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ നോക്കൂ എങ്ങനെയായിരിക്കുന്നത്, കാല് മടങ്ങിയ അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ കാല് മടക്കുന്ന പേശികൾ, ഇങ്ങനെ മടക്കുന്ന പേശികൾ എപ്പോഴും ഒരു ഷോർട്ടസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ കഴിയുന്നത്, ഈ ഷോർട്ടസ്റ്റ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ മസിൽസ് ടൈറ്റ് ആകുമ്പോൾ ഈ ഹാംസ്ട്രിങ്സ് എന്ന തുടയുടെ പുറകിലുള്ള മസിൽ ടൈറ്റായി കഴിയുമ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഇടുപ്പല്ലിൽ, പെൽവിസിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കൊരു സ്വാഭാവികമായ ഒരു പെൽവിക് ടിൽറ്റ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോഡോസിസ്, ഈ തള്ളൽ നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ മസിൽസ് ടൈറ്റായി കഴിയുമ്പോൾ നമ്മുടെ ഈ പെൽവിസിനെ താഴേക്ക് വലിക്കുകയും നമ്മുടെ ഈ സ്വാഭാവിക വളവ് കൂടുതലാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അബ്നോർമൽ പെൽവിക് ടിൽറ്റ് വരും. ഇതിനൊരു റീസൺ നമ്മുടെ ഹാംസ്ട്രിങ്സ് മസിൽസിന് വരുന്ന ടൈറ്റ്നസ് ആണ്. ഇത് പക്ഷേ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കില്ല, നമുക്ക് ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത് കുറേ നാളായിട്ട് ബാക്ക് പെയിൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ബാക്ക് പെയിൻ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ഈ അടിസ്ഥാന കാരണം ഹാംസ്ട്രിങ്സ് ടൈറ്റ്നസ് ആണെങ്കിൽ ആ ഹാംസ്ട്രിങ്സ് ടൈറ്റ്നസ് മാറ്റിയാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. ഇതിന് നമുക്ക് ലഘുവായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു വ്യായാമം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഷോർട്ടസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കാലിങ്ങനെ നിവർത്തിയാൽ മതി. കാലിങ്ങനെ നിവർത്തി സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മസിൽസ് ഈ പൂർണ്ണമായും അഡാപ്റ്റീവ് ഷോർട്ടനിലേക്ക് പോവില്ല. അപ്പോൾ ഇത്തരം ചില ടിപ്സ് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ IT മേഖലയിലെ ജോലി വേറെ ഏത് ജോലിയെ പോലെ തന്നെ വേറെ പേശികൾക്കോ അസ്ഥികൾക്കോ സന്ധികൾക്കോ ഒന്നും പ്രശ്നം ഇല്ലാതെ പോവുകയും, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്താൻ ആവശ്യമായ ചെറിയ വ്യായാമങ്ങളും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിളായി ഏത് പ്രായക്കാർക്കും ജോലി ചെയ്തു പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും.